أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന വീഡിയോയിൽ പ്രധാനമായ ഒരു വിഷയം എന്ന് പറയുന്നത് ലോകത്തിലുള്ള സർവമാന ജനങ്ങളും യാത്ര ചെയ്യുന്നവരാണ്. വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, ചുരുക്കി പറഞ്ഞാൽ സൈക്കിൾ യാത്ര ചെയ്യുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്. എല്ലാം യാത്ര തന്നെ. ഓരോരോ ആവശ്യങ്ങൾക്കായി ആളുകൾ ഇങ്ങനെ വീട്ടിൽ നിന്നും യാത്ര പോകുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ കൃപയാൽ അവർ തിരിച്ചു വരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് യാത്ര. എന്നാൽ ഈ യാത്ര പോകുന്ന സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ള പ്രത്യേകമായ ചില കാര്യങ്ങളുണ്ട്. ആ യാത്രയിലുള്ള സുരക്ഷിതത്വം നമുക്ക് ഉറപ്പാക്കണം. നമുക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ ഒരു യാത്ര പോയിട്ട് തിരിച്ചു വരാമെന്ന്? ഒരു ഉറപ്പ് ആർക്കും തന്നെയില്ല. എന്നാൽ ഒരു ഉറപ്പ് വരുത്തുന്നതിനുള്ള ഒരു മാർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമുക്കിവിടെ ഒന്ന് പ്രയോഗിച്ച് നോക്കാം. കാര്യം അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഈ യാത്രയിൽ ഈ പോകുന്ന വ്യക്തിക്ക് ഒരു പക്ഷേ കാരണത്തായാലും ശരി, ഒരു പക്ഷേ ലോറി ഓടിക്കുന്ന ഒരാളായാലും ശരി, കാർ ഓടിക്കുന്ന ആളായാലും ശരി, സൈക്കിൾ ചവിട്ടി പോകുന്ന ആളായാലും ശരി, കൂടുതലും ഇപ്പം യാത്ര പോകുന്നത് ബൈക്കാണ്. ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളായാലും ശരി, എന്തോ ആയിക്കോട്ടെ, ഏത് യാത്ര ചെയ്യുന്ന ഒരാളായാലും ശരി, നമ്മൾ അള്ളാഹുവിൻ്റെ വചനം, അള്ളാഹുവിനെ മുൻനിർത്തി ഒരു യാത്ര ചെയ്യണം. അപ്പോൾ ആ യാത്രയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ എല്ലാ രീതിയിലുമുള്ള കാവല് അതിനകത്ത് അള്ളാഹു തആല തരുന്നതാണ്. അതുകൊണ്ട് നമുക്കതങ്ങ് ചെല്ലാം. അതങ്ങ് ചെല്ലിക്കൊണ്ട് ആ വണ്ടിയോട്ട് കയറിയിരുന്നു കൊണ്ട് ആ വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് പറഞ്ഞിട്ട് വണ്ടി അങ്ങ് വിട്ടുകഴിഞ്ഞാൽ അത് കാറായിക്കോട്ടെ, ലോറി ആയിക്കോട്ടെ, ബസ്സായിക്കോട്ടെ, ചുരുക്കത്തിൽ സൈക്കിളായിക്കോട്ടെ, അതല്ലെങ്കിൽ കാൽനട യാത്ര ആയിക്കൊള്ളട്ടെ, ഏതൊരു യാത്രയായാലും ശരി, അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതായ ഈ കാര്യം നമ്മൾ ശ്രദ്ധയോടുകൂടി ഹൃദയശുദ്ധിയോടുകൂടി അള്ളാഹു ഇതങ്ങ് ലയിച്ചു ചേർന്നിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്താൽ ആ വരുന്ന സമയം വരെയും അള്ളാഹുവിൻ്റെ കാവല് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിലൊരു തർക്കവുമില്ല. പക്ഷേ നമ്മൾ പറയുന്ന കാര്യം ഹൃദയശുദ്ധിയോടുകൂടി തന്നെ നമ്മൾ പറയണം. അള്ളാഹുവിൽ ലയിച്ചു കൊണ്ട് തന്നെ നമ്മൾ പറയണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് പരമാധികാരിയായ സർവാധിപനായ സർവജ്ഞനായ അള്ളാഹുവാണല്ലോ. ഇതിനെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും സർവമാനപരമായ കാര്യങ്ങൾക്കും മുൻതൂക്കം നിൽക്കുന്ന അള്ളാഹു അല്ലേ. ഈ അള്ളാഹുവിനെ നമ്മളങ്ങ് മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്താൽ അള്ളാഹുവിൻ്റെ സഹായം തീർച്ചയായും നമുക്ക് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് നമ്മൾ ഇതങ്ങ് ചെല്ലണം. ഇത് ചെല്ലുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നുമില്ല. നമ്മൾ ആ യാത്ര എങ്ങോട്ട് പോകാൻ പോകുന്ന സമയത്ത് ഖുർആന്റെ വചനങ്ങൾ പലതുമുണ്ട്. തൽക്കാലം നമ്മൾ ചുരുക്കത്തിൽ നമ്മൾ പറയുവാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് വേണമല്ലോ. അള്ളാഹുവിനെ മുൻനിർത്തിയാണല്ലോ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ അള്ളാഹുവിൻ്റെ കാവലോടുകൂടി നമ്മളതാ ചെയ്യുന്നു എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൂടി പറയണം. അത് പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പറയാനുള്ള ഒരു വാക്കെന്ന് പറയുന്നത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. സർവ്വതും ഞാൻ അല്ലാഹുവിൽ പാരം ഏൽപ്പിക്കുന്നു. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് പറഞ്ഞുകൊണ്ട് ആ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സമയം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നും കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ വണ്ടി അങ്ങ് വിട്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ സർവ്വകാവലും അല്ലാഹുവാണ്. മുമ്പിൽ നിന്നുള്ള കാവലായാലും സൈഡുകളിൽ നിന്നുള്ള കാവലായാലും ബാക്കിൽ നിന്നുള്ള കാവലായാലും ഏതും അള്ളാഹു അറിയാത്ത ഒന്നുമില്ലല്ലോ. സർവകാവലും അള്ളാഹുവാണ്. ഇതങ്ങനെ നിങ്ങൾ ഈ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് പറയുമ്പോൾ ഒരു 3 പ്രാവശ്യം നിങ്ങളൊന്ന് പറയണേ.
ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി വിട്ട് കഴിഞ്ഞാൽ, ആ യാത്രയങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ, പടച്ച തമ്പുരാനേ, അർഹമറാഹിമീനായ തമ്പുരാനേ, ജലീലായ അല്ലാഹുവേ, കൃപയുള്ള റബ്ബേ, സർവാധിപനായ പടച്ചവനേ, നിന്റെ കാവൽ ഞങ്ങളുടെ യാത്രയുടെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരിക്കണേ അല്ലാ എന്നുള്ള നീയത്തും കൂടി മനസ്സിനകത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ യാത്ര പോയി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാവൽ നിങ്ങൾ കിട്ടിയിരിക്കും. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കണ്ട്, മാത്രമല്ല പോയ കാര്യങ്ങളെല്ലാം നല്ലപോലെ നിറവേറ്റിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയും. ഇതാണ് സൂക്തം. അതുകൊണ്ട് നമ്മൾ ഇതൊരു 3 പ്രാവശ്യം നമ്മൾ ചെല്ലണം. അഊദു ബില്ലാഹി സാധാരണ ഉള്ളതാണ് ചെല്ലണം. ബിസ്മില്ലാഹി അതും ഉള്ളത് തന്നെ. പിന്നെ നമുക്കിവിടെ പറയുവാനുള്ള ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ഇതൊരു 3 പ്രാവശ്യം ചൊല്ലിയിട്ട് ഈ പറഞ്ഞതുപോലെ ചെയ്യണമെന്ന് ഇതോടൊപ്പം നമ്മൾ അപേക്ഷിക്കുകയാണ്. പിന്നീട് എനിക്ക് പ്രത്യേകിച്ച് പിന്നെന്ന് പറയാറുള്ളത്, ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.